ഹലോ ഗായ്സ്, എൻ്റെ എല്ലാ ചങ്കുമെച്ചമാർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ പുതിയൊരു ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്പ് ടൈറ്റിൽ കണ്ടതുപോലെ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന ഫാസ്റ്റസ്റ്റ് സിറ്റപ്പ് ഗ്ലോ ട്രിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഗൈസ്, ട്രിക്കായിട്ടല്ല, എന്താ പറയുക, എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡിന് എങ്ങനെ സിറ്റപ്പ് ഗ്ലോ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള A to Z കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഗൈസ്, ആദ്യം ഒരു കാര്യം പറയട്ടെ, എല്ലാ കാര്യങ്ങളും പറഞ്ഞു വരുമ്പോഴത്തേക്ക് വീഡിയോ ലെങ്ത് ആവും, ഏകദേശം 10 മിനിറ്റെങ്കിലും മിനിമം പോകുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മാക്സിമം ഫുൾ തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ നഷ്ടമൊന്നും കാണത്തില്ല, കാരണം വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലാകും. സോ വീഡിയോ മാക്സിമം ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഈ വീഡിയോക്ക് 25K ലൈക്കാണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. മാക്സിമം ലൈക്ക് അടിച്ച് പവർ ആക്കാൻ ഒരു മടിയും വിചാരിക്കരുത്. വീഡിയോ കാണുന്ന എല്ലാ കൂട്ടും മാക്സിമം ലൈക്ക് അടിച്ച് പവർ ആക്കാൻ ശ്രമിക്കുക. വീഡിയോ വളരെ സെൻസിറ്റിവിറ്റി ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും സെൻസിറ്റിവിറ്റിയും DP നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ DP കാര്യം ഞാൻ പറയുന്നില്ല, സെൻസിറ്റിവിറ്റി നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെ സ്പീഡിൽ സിറ്റ് ഗ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ വളരെ സ്പീഡിൽ തന്നെ മൂവ് ചെയ്യണം. അതിനുവേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ സെൻസിറ്റിവിറ്റി മാക്സിമം കൂട്ടി തന്നെ വെക്കണം. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ജനറൽ സെൻസിറ്റിവിറ്റിയാണ്. മാക്സിമം നിങ്ങൾ എത്രത്തോളം കൂട്ടി വയ്ക്കാൻ വരും അത്രത്തോളം മാക്സിമം കൂട്ടി വയ്ക്കാം. ആസ് എ ഫോൺ പ്ലെയർ എന്നില്ല തീർച്ചയായിട്ടും മാക്സിമം എല്ലാവരും ജനറൽ സെൻസിറ്റിവിറ്റി 100 ആക്കി വെക്കാൻ ശ്രമിക്കുക. ഐഫോൺ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ചാൽ മതി, അല്ലെങ്കിൽ 100 ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ ഇത് കൂടാതെ ബേസിക്കലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സെറ്റിംഗ്സ് ആണ്. സോ സെറ്റിംഗ്സ് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. നിങ്ങളുടെ ഗ്ലൂ വാളിൻ്റെ ഐക്കണും അതിനോടൊപ്പം തന്നെ ഒരു ക്രൗച്ച് ചെയ്യുന്ന ബട്ടൻ്റെ ഐക്കണിൻ്റെ പൊസിഷനാണ്. സോ ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് വെക്കാനെടുത്ത് വെച്ചാൽ മാത്രം വളരെ സ്പീഡിൽ നിങ്ങൾ സിറ്റ് ഗ്ലോ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ മെയിനായിട്ടും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഒരു ഗ്ലൂ വാളിൻ്റെ ഐക്കൺ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. സോ ഗൈസ്, ഈ ഒരു വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും ആ ഒരു ഗ്ലൂ വാളിൻ്റെ ഐക്കൺ റൈറ്റ് വശത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് റൈറ്റ് തള്ളവിരൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുന്ന രീതിയിൽ റൈറ്റ് വശത്തായിട്ട് സെറ്റിംഗ്സിൽ ഗ്ലൂ വാളിൻ്റെ ഐക്കൺ കൊണ്ട് വെച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണ് നിങ്ങൾ വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരം തന്നെ ഗൈസ് നിങ്ങൾ കാണിച്ചത്. അപ്പോൾ ഗൈസ്, ഏറ്റവും വളരെ സ്പീഡിനെ സിറ്റ് ഗ്ലൂ ചെയ്യേണ്ട ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ആ ഒരു ഗ്ലൂ വാളിൻ്റെ ഐക്കൺ എപ്പോഴും ലെഫ്റ്റിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ഗൈസ്, റൈറ്റിൽ വെച്ചും കളിക്കാൻ പറ്റില്ല എന്നല്ല, അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ അതിനേക്കാൾ സ്പീഡിന് നിങ്ങൾ സിറ്റ് ഗ്ലൂ വാൾ അല്ലെങ്കിൽ ഗ്ലൂ വാൾ കാര്യങ്ങൾ ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗ്ലൂ വാളിൻ്റെ ഐക്കൺ ലെഫ്റ്റ് വശത്തായിരിക്കണം. അത് ലെഫ്റ്റ് കയ്യിലെ തള്ളവിരൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ തള്ളവിരൽ തന്നെ വേണമെന്നില്ല, 3 ഫിംഗറാണ് കളിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടുവിരൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുന്ന രീതിയിൽ വെക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. മാക്സിമം ഞാൻ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ ലെഫ്റ്റ് വശത്തായിട്ട് മാക്സിമം നിങ്ങൾ കൊണ്ടുവന്ന് വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഗൈസ്, ഇത് കൂടാതെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട്, നിങ്ങൾ 2 ഫിംഗർ 3 ഫിംഗർ കളിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഗൈസ്, ഇച്ചുകൊണ്ട് ബെറ്റർ എന്ന് പറഞ്ഞാൽ 3 ഫിംഗർ തന്നെ ആയിരിക്കും. പക്ഷേ 2 ഫിംഗർ വെച്ച് വളരെ സ്പീഡിൽ തന്നെ നമ്മൾ സിറ്റ് ഗ്ലൂ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത്തരം കാര്യങ്ങളാണ് ഗൈസ് നിങ്ങൾ ബേസിക്കലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ ഒരുപാട് കൂട്ടർക്ക് അറിയാവുന്നതായിരിക്കും. എങ്കിൽ പോലും പറയുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് തന്നെ പറയണം എന്നുള്ളത് എൻ്റെ വലിയൊരു നിർബന്ധം തന്നെയാണ്. സോ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ഇതിലാണ് ഗൈസ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ പറയാനായിട്ട് പോകുന്നത്. സോ ഗൈസ്, നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയായിട്ട് ഞാൻ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വന്ന ശേഷം ഈ ഗ്ലൂ വാൾ വെച്ചാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ PC-യുടെ കാര്യങ്ങളൊന്നും പറയാത്ത റീസൺ എന്താ വെച്ചാൽ, PC-യിൽ ഇച്ചിരി സ്പീഡിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. PC കളിക്കുന്ന എല്ലാവരും അത്യാവശ്യം കളിക്കുന്ന പ്ലേയേഴ്സ് തന്നെയാണ്. സോ അതുകൊണ്ട് PC-യിലെ ടിപ്സ് ആൻഡ് ട്രിക്സ് കാര്യങ്ങളൊക്കെ ഞാൻ വേണോ വേണ്ട ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് PC കുറിച്ചൊന്നും കൂടുതൽ വരാത്ത. ഞാൻ ഗെയിമിലെ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ വരുന്നുണ്ടായിരിക്കും. ജസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുക. സിറ്റ് ഗ്ലൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നുമല്ല, നിങ്ങൾ ഡ്രാഗ് ചെയ്ത ശേഷം നിങ്ങൾ സിറ്റ് ഗ്ലൂ ഇടണം എന്ന് തോന്നുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇരിക്കുമല്ല ഗൈസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ ഗ്ലൂ വാൾ എടുത്തതിന് ശേഷം മാത്രമേ ഇരിക്കാവൂ. അല്ലാണ്ട് ഇരുന്നതിന് ശേഷം ഗ്ലൂ വാളിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നിൽക്കുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന ആരും ഇല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്ന് മാത്രം. ഇപ്പോൾ എല്ലാ കൂട്ടരും ഡ്രാഗ് ചെയ്തതിന് ശേഷമായിരിക്കും ഗ്ലൂ വാൾ അടിക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സമയത്തായിട്ട് തന്നെ നിങ്ങൾ ഫയർ ബട്ടണിൽ നിന്ന് കൈ എടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ, ഞാനിപ്പോൾ 2 ഫിംഗറാണ് പറഞ്ഞു തരുന്നത്, ലെഫ്റ്റിൽ ഗ്ലൂ വാളിൻ്റെ ഐക്കൺ ഇരിക്കുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്നത്. നിങ്ങൾ ഫയർ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയത്തായിട്ട് തന്നെ നിങ്ങൾ ലെഫ്റ്റിലെ തള്ളവിരൽ കൊണ്ട് ഗ്ലൂ വാളിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷമായിട്ട് ആ ഒരു ഫയർ ബട്ടൺ പോയ പോക്കിനെ താഴേക്ക് താക്കുക. ഓക്കെ, മാക്സിമം എത്രത്തോളം നിങ്ങളുടെ ഫയർ ബട്ടൺ താഴേക്ക് താക്കാൻ സാധിക്കും അത്രത്തോളം മാക്സിമം ഫയർ ബട്ടൺ താഴേക്ക് താക്കുക. ഓക്കെ, അതുവരെ നിങ്ങൾ ഫയർ ബട്ടണിൽ നിന്ന് കൈ എടുക്കുകയും ചെയ്യരുത്. നിങ്ങൾ ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫയർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് കയ്യിൽ ആ ഒരു ഗ്ലൂ വാൾ എടുക്കുക. ഓക്കെ, അതിനുശേഷം മാക്സിമം ആ ഒരു ഫയർ ബട്ടൺ താഴേക്ക് താക്കുക. ഓക്കെ, ഇനിയാണ് ഗൈസ് നിങ്ങൾ ഫയർ ബട്ടണിൽ നിന്ന് കൈ എടുക്കേണ്ടത്. ഫയർ ബട്ടണിൽ നിന്ന് കൈ എടുത്ത ശേഷം തൊട്ടപ്പുറത്ത് താഴെയായിട്ടിരിക്കുന്ന ആ ഒരു തള്ളവിരൽ കൊണ്ട് തന്നെ ആ ഒരു ക്രൗച്ച് ചെയ്യുന്ന ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലെഫ്റ്റിലെ തള്ളവിരൽ കൊണ്ട് നിങ്ങൾ ഇടത്തോട്ടോ മുന്നോട്ടോ റൈറ്റ് നിങ്ങളുടെ ഇഷ്ടമാണ് അങ്ങോട്ടെങ്കിലും ആ ഒരു ജോയിസ്റ്റിക്ക് ജസ്റ്റ് നനക്കുക. ഓക്കെ, ഇതിൻ്റെ യൂസ് ഞാൻ പറഞ്ഞു തരാം. മാക്സിമം മുന്നോട്ട് നീക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ എന്താ പറയുക, ഇച്ചിരി അടുത്തേക്ക് ഗ്ലൂ വാൾ വീഴത്തതുമുള്ളൂ. അതിനോടൊപ്പം തന്നെ കാണുമ്പോൾ ഒരു ഭംഗിയും കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയുള്ള സംഭവം പറഞ്ഞത് നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ കാര്യങ്ങളൊക്കെ തന്നെയാണ്.
അപ്പോൾ ജസ്റ്റ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. വണ്ട പഠിക്കാൻ അറിയാത്തവർ വരെ വളരെ സ്പീഡിൽ തന്നെ സിറ്റപ്പുകൾ കാര്യങ്ങളൊക്കെ ചെയ്യും. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ വെപ്രാളം കൂടുമ്പോഴായിരിക്കും പലർക്കും ഇത് ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾ സിമ്പിളായിട്ട് വളരെ സില്ലി ആയിട്ട് ചെയ്താൽ മാത്രം മതി. സോ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് അടിച്ച് എല്ലാ ഫ്രണ്ട്സിലേക്ക് എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു അടിപൊളി കിടക്കാച്ച വീഡിയോയിൽ വീണ്ടും കണ്ടുമുടും എന്ന പ്രതീക്ഷയോടെ ഇത് നിങ്ങളുടെ സ്വന്തം പ്രണവ്. ബൈ ബൈ.